നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ച കാലത്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്തു തീർക്കണം അല്ലേ? എന്നാൽ ഇന്ന് അങ്ങനെയല്ല. കുട്ടികൾക്ക് ഹോംവർക്ക് കൊടുക്കുമ്പോൾ നമുക്കും പണി കിട്ടും. ആ ഒരു പണിയാണ് ഈ പണി. ഒരു പച്ച തത്തയെ ഉണ്ടാക്കാനുള്ള ഒരു കടലാസ് കഷ്ണമാണ് ഈ കയ്യിൽ കാണുന്നത്. ഇത് നമ്മുടെ ടീച്ചർ തന്നെ അയച്ചു തന്നതാണ്. ഇതുകൂടാതെ ഒരു ലിങ്കും കൂടി അയച്ചിട്ടുണ്ട്. ആ ലിങ്കും നോക്കി ഞാൻ പിന്നെ വേറൊരു ലിങ്കും നോക്കി ഒരു പച്ച തത്തയെ അങ്ങ് ഉണ്ടാക്കാമെന്ന് വെച്ചു. ഇതിന് ഷേപ്പൊക്കെ വരച്ചാൽ തത്തയാവോ കാക്കയാവോ എന്നറിയില്ല. ഏതായാലും പണി തുടങ്ങി. അറിയാവുന്ന പണിയാണെങ്കിൽ പെട്ടെന്ന് ചെയ്ത് തീർക്കാം. ഇതാണെങ്കിൽ ഫോണും നോക്കിയുള്ള പണിയാണ്. ഓരോന്നും പോസ് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുന്നു. അവസാനം ഒരു ഷേപ്പൊക്കെ വരച്ച് അതിനെ മെല്ലെ കത്രിക കൊണ്ട് കട്ട് ചെയ്തു. ഇതിപ്പോൾ ഏത് ഷേപ്പാണെന്നൊന്നും എന്നോട് ചോദിക്കരുത്. ഇത് തത്തയാണെന്നേ ഞാൻ പറയൂ. ഇതാണല്ലോ പച്ചത്തത്ത. അതിന് 2 കണ്ണും കുത്തി വരച്ച് ഇത്തിരി ലിപ്സ്റ്റിക്കും കൂടി ഇട്ടു കൊടുക്കാം. പക്ഷേ ഇവിടെ പണി പാളിപ്പോയി. ഈ ചുവന്ന കളർ പച്ചയിൽ കലങ്ങിയപ്പോൾ വേറെ കളറായി മാറി. പിന്നെ അവസാനം പേപ്പർ എടുത്ത് അതിൻ്റെ 2 സൈഡിലേക്കും ചെറുതായിട്ടൊന്ന് ചുവന്ന കളർ ഒട്ടിച്ചു കൊടുത്തു. ഇപ്പം പിന്നെ സെറ്റല്ലേ. പിന്നെ ചെറുതായി ഒരു ചിറകും കൂടി വരച്ചാൽ നമ്മുടെ തത്ത റെഡിയാവും. തത്തക്ക് ആദ്യം എന്തെങ്കിലും തിന്നാൻ കൊടുക്കാം, എന്നിട്ട് പറപ്പിക്കാം. അങ്ങനെ മോൻ അത് കിട്ടിയ സന്തോഷത്തിൽ അതിനെയും എടുത്തുകൊണ്ട് ബാഗിനുള്ളിലേക്ക് കയറ്റി വെച്ചു. ടീച്ചർ കൊണ്ട് കാണിക്കണ്ടേ.